പൂക്കോട്ടെ സിദ്ധാർത്ഥൻ ആരായിരുന്നു? ഇനിയൊരു സിദ്ധാർത്ഥൻ കേരളത്തിൽ ഉണ്ടാകരുത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തെ പിടിച്ചുലക്കിയ സംഭവങ്ങളിൽ ഒന്നായിരുന്നു പൂക്കോട്ടെ ക്രൂരത. ഇപ്പോഴിതാ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എത്തുന്നു. ആവേശം സിനിമയിലെ രംഗണ്ണൻ റാഗിങ്ങിനിരയാകുന്ന കുട്ടികളുടെ രക്ഷകനായി മാറുന്ന സിനിമയും എത്തി. ഇപ്പോഴിതാ വീണ്ടും നിയമസഭാ തിരഞ്ഞെടുപ്പ് എത്തുന്നു. പൂക്കോട്ടയത്തിന് സമാനമായ ക്രൂരതകൾ ഇനിയുണ്ടാകില്ലെന്ന് എല്ലാ രാഷ്ട്രീയ കക്ഷികളും തിരഞ്ഞെടുപ്പ് വാഗ്ദാനമാക്കണം. അത് അധികാരത്തിലെത്തുന്നവർ പാലിക്കുകയും വേണം. കേരളത്തെ കാർന്നു തിന്നുന്ന ദുഷിപ്പാണ് കോളേജിലെ റാഗിംഗ്. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥൻ ക്രൂരമായ റാഗിങ്ങിന് വിധേയമായത് മൂലം ആത്മഹത്യ ചെയ്തിട്ട് ഈ ഫെബ്രുവരിയിൽ 2 വർഷം തികഞ്ഞു. സിദ്ധാർത്ഥനെ അതിക്രൂരമായ റാഗിങ്ങിന് ഇരയാക്കുകയും മർദ്ദിക്കുകയും ചെയ്തവരെല്ലാം ഇന്ന് നിയമത്തിന് പുറത്താണ്. പൂക്കോട് വെറ്റിനറി കോളേജ് ഹോസ്റ്റലിന്റെ ശുചിമുറിയിൽ സിദ്ധാർത്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കോളേജിലെ ആന്റി റാഗിംഗ് സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിൽ ക്രൂര റാഗിങ്ങിന് സിദ്ധാർത്ഥനെ വിധേയമാക്കിയതായി തെളിയുകയും കുറ്റക്കാരായ വിദ്യാർത്ഥികൾക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതൊരു കൊലയാണെന്ന് കരുതുന്നവർ ഇന്നും ഉണ്ട്. മതിയായ സാക്ഷികളില്ലാത്തതുകൊണ്ട് തന്നെ ഈ കൊല ഇന്നും ആത്മഹത്യയായി നിലനിൽക്കുകയാണ്. സിദ്ധാർത്ഥന്റെ അമ്മയുടെയും അച്ഛന്റെയും മനസ്സ് ഇപ്പോഴും നീതിക്കായി തേങ്ങുന്നു. സിദ്ധാർത്ഥനെ മൃഗീയമായി പീഡിപ്പിച്ചവർക്കും അതിന് കൂട്ടുനിന്നവർക്കും മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കേണ്ടതിനു പകരം അവരോട് മൃദുസമീപനം പുലർത്തിയ അധികാരികളുടെ നിലപാടുകളും ചർച്ചയായി. സിദ്ധാർത്ഥൻ കൊല്ലപ്പെട്ട വർഷം 47 റാഗിംഗ് കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. റാഗിംഗ് കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്നത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായി മാറുകയാണ് എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ ഒരു റാഗിംഗ് കേസിൽ മാത്രമാണ് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടത്. സിദ്ധാർത്ഥന്റെ മരണശേഷം കണക്കുകളിൽ കുറവുണ്ട്. എന്നാൽ അതിപ്പോഴും തുടരുന്നുണ്ട്, പല പേരുകളിൽ, പല രീതികളിൽ. 2024 ഫെബ്രുവരി 18 സിദ്ധാർത്ഥന്റെ മരണവാർത്ത എത്തുന്നത്. തൂങ്ങിമരണമെന്ന് വിധിയെഴുതിയ കേസ് പിന്നെ വഴിമാറിയത് റാഗിംഗ് ഭീകരതയിലേക്കാണ്. SFI പ്രവർത്തകർ അടക്കം 18 പേർ പ്രതികളായ കേസ് അട്ടിമറിക്കാൻ തുടക്കം മുതൽ പലതവണയും ശ്രമം നടന്നിരുന്നു. ക്യാമ്പസിൽ ക്രൂര റാഗിങ്ങിനിരയായി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ സിദ്ധാർത്ഥന്റെ മരണം സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചതാണ്. സിദ്ധാർത്ഥൻ മരിച്ച് 2 വർഷം പിന്നിടുമ്പോഴും നീതി അകലെയെന്നാണ് മാതാപിതാക്കൾ ആരോപിക്കുന്നത്. തൂങ്ങിമരണമെന്ന് വിധിയെഴുതിയ കേസിൽ പിന്നീട് ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് ഉണ്ടായത്. അതിക്രൂരമായ റാഗിങ്ങിനിരയായിരുന്നു സിദ്ധാർത്ഥൻ. കോളേജിൽ സഹപാഠികളും സീനിയർ വിദ്യാർത്ഥികളും ചേർന്ന് സിദ്ധാർത്ഥനെ പരസ്യവിചാരണ ചെയ്തു. ദിവസങ്ങളോളം നീണ്ട ക്രൂരമർദ്ദനങ്ങൾക്കൊടുവിൽ ഹോസ്റ്റലിൽ സിദ്ധാർത്ഥനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു.